ഈ സമയത്ത് ഒരു കുറച്ച് നേരം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് നൽകിയ വചനമാണ് 2 കൊറിന്തോസ് 9-ാം അധ്യായം 6 തൊട്ട് 9 വരെ വാക്യങ്ങൾ. 2 കൊറിന്തോസ് 9-ാം അധ്യായം 6 തൊട്ട് 9 വരെ വാക്യങ്ങൾ. 2 Corinthians chapter 9 verse 6 to 9. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊറിന്തോസ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്. 2 കൊറിന്തോസ് 9:6. സത്യം ഇതാണ്, അല്പം മാത്രം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതച്ചുകൊണ്ടിരിക്കുന്നവൻ ധാരാളം കൊയ്യും. എന്താണ് ഈ വിതയും കൊയ്ത്തും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് ഈ കൊയ്ത്ത് എന്ന് പറയുന്നത് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ്. നിത്യജീവനിലേക്ക് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ശുശ്രൂഷ. അതിൻ്റെ വേറൊരു പേരാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. വേറൊരു വാക്യം പറഞ്ഞാൽ, ഒരു വ്യക്തി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ആ വ്യക്തിയെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, പ്രാർത്ഥനയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ദൈവ അനുഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുക. അങ്ങനെ ഒരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ വ്യക്തി കൊയ്യുന്ന വ്യക്തിയാണ്. ദൈവരാജ്യത്തിൻ്റെ കൊയ്ത്ത് നടത്തുന്ന വ്യക്തിയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം. ഇപ്പം നമ്മൾ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ വിതച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇനിയും വിതയ്ക്കും. അത് വിതച്ചുകൊണ്ടിരിക്കുന്നത് ഈ വചനം പ്രഘോഷിക്കുന്നത്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്, ത്യാഗം എടുക്കുന്നത്, നമ്മൾ PDM തുടങ്ങുന്നത്, ധ്യാനകേന്ദ്രം തുടങ്ങുന്നത്, നമ്മൾ വീടുകൾ പോയി സന്ദർശിക്കുന്നത്, നമ്മൾ യൂട്യൂബിലൂടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഒരുമിച്ച് കൂട്ടുന്നത്, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി വിതച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് അധ്വാനം. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഉപവസിക്കുക, അതിനുവേണ്ടി ജാഗരണം എടുക്കുക, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക. അതാണ് ഈ വിതയ്ക്കൽ എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. ഒന്നും വിതയ്ക്കാത്തവന് ഒന്നും കൊയ്യാനുണ്ടായില്ല. വിതയ്ക്കുമ്പോഴാണ് കൊയ്ത്തുണ്ടാകുന്നത്. ഇപ്പോൾ യൂട്യൂബിലൂടെ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഒരു വിതയ്ക്കലാണ്. സാബു ബ്രദർ ഇത് അധ്വാനം ചെയ്യുമ്പോൾ വിതയ്ക്കാൻ വലിയൊരു ദൈവരാജ്യത്തിൻ്റെ വിതയ്ക്കലിൽ പങ്കാളിയാവുകയാണ്. ഇതാ സഹശുശ്രൂഷകർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവരെല്ലാം ഈ ഒരു വിതയ്ക്കൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, അവരും വിതയ്ക്കുന്ന ആ ഒരു ജോലി അതൊരു നിസ്സാര ജോലി അല്ല. അത് ദൈവപിതാവ് വിളിച്ചേൽപ്പിച്ച ജോലിയാണത്. ദൈവപിതാവിൻ്റെ കൂട്ടുവേലക്കാരായി ദൈവപിതാവ് വിളിച്ചേൽപ്പിച്ച ജോലിയാണത്, ഈ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന ഈ ജോലി. എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇന്ന് ഈ രാത്രി ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് കൊയ്ത്ത്? ഈ വിതയ്ക്കുന്നവർക്കുള്ള കൊയ്ത്ത് എന്താണ്? വിതയ്ക്കുന്നവർക്ക് 2 കൊയ്ത്തുണ്ട്. ഒന്ന്, അധ്വാനിക്കുന്നവർക്ക് ധാരാളം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ധാരാളം ആത്മാക്കളെ, അകന്നുപോയ ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു കൊടുക്കുക, അതൊരു കൊയ്ത്ത്. എന്നാൽ വേറൊരു കൊയ്ത്തും കൂടെ ഉണ്ട്. എന്താ വേറൊരു കൊയ്ത്തെന്ന് പറയണത്? അത് എന്താണ്? മിന്നൽ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഒരു കളിയുണ്ട്, എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യണ്ട, നല്ല കൂലി തരാമെന്ന് പറഞ്ഞേക്കണേ. ഈ ശുശ്രൂഷ, ഈ വിതയ്ക്കുന്ന, ഈ കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും നല്ല കൂലിയുണ്ട്.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ാം വാക്യം. അത് കർത്താവ് പറഞ്ഞ ആരും വെറുതെ ചെയ്യണ്ട, ആരും വെറുതെ ചെയ്യണ്ട, നല്ല കൂലി തരാം. നല്ല കൂലിയുള്ള ജോലിയാണ് ഇങ്ങനെയുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു. അത് മാത്രം അടയാളപ്പെടുത്തിക്ക്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു. കൊയ്യുന്നവൻ വെറുതെ കൊയ്യണ്ട. എല്ലാവർക്കും, ചെറിയ കുട്ടികളാണെങ്കിലും യുവതീവാക്കന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും അപ്പന്മാരാണെങ്കിലും, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ ഈശോ പഠിപ്പിച്ചൊരു കാര്യം വേറൊരാളൊന്ന് പഠിപ്പിച്ചാൽ മതി. നിങ്ങൾ വിതയ്ക്കുന്നവരാണ്. വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്ന വലിയ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ ഭാഗവാക്കുകളാണ്. കർത്താവ് പറയാണ്, ആര് വിതച്ചാലും അവർക്ക് കൊയ്ത്തുണ്ട്. അവർ കൊയ്യുന്നവർ ആര് വിതച്ചാലും കൊയ്താലും അവർക്ക് കൂലിയുണ്ട്. അവർക്ക് എന്താണ് കൂലി? അവർക്ക് വരാനിരിക്കുന്ന ലോകത്ത്, വരാനിരിക്കുന്ന രാജ്യത്ത്, വരാനിരിക്കുന്ന കാലത്ത് അവർക്ക് യേശു ക്രിസ്തുവിനോട് കൂടെ വലിയ പ്രതിഫലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ നിന്ന് വലിയ പ്രതിഫലം അവർ സ്വീകരിക്കാനിരിക്കുകയാണ്. കൊയ്യുന്നവർക്ക് കൂലി ഉറപ്പാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്തൊക്കെയാണ് കൊയ്യുന്നവർക്കുള്ള കൂലി എന്ന് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് വേഗം ഒന്ന് നോക്കുകയാണ്. കൊയ്യുന്നവർക്ക് നല്ല കൂലിയുണ്ട്. ഒന്നാമത്തെ കൂലി കർത്താവ് പറഞ്ഞെങ്ങനെയാണ്? ഒന്നാമത്തെ കൂലി അവരുടെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ ആദ്യം തന്നെ അങ്ങോട്ട് എഴുതും. Praise the Lord. Hallelujah. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ അതിൽ 20-ാമത്തെ തിരുലിഖിതം 20-21 എന്ന് വെച്ച് നോക്കിയേ. 20-ാമത്തെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 20-ാമത്തെ, അതായത് ശിഷ്യന്മാർ പോയി പ്രസംഗിച്ച് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അതുകൊണ്ട് യേശു പറയുകയാണ്, പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവീൻ എന്നാണ് പറയണത്. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ വിതയ്ക്കുന്നവരും കൊയ്യുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അധ്വാനം നിങ്ങൾ ചെയ്താൽ, നിങ്ങളൊരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നാൽ, ഈശോനാഥൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ളവരുടെ പേരുകൾ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കാലത്ത് തകർന്ന ആത്മാവായിരിക്കാം, മദ്യപാനി ആയിരുന്നിരിക്കാം, ഒരു പക്ഷേ ലോകം ഉപേക്ഷിച്ച വ്യക്തിയായിരിക്കാം, ഒരു പക്ഷേ ലോകത്ത് ഒരുപാട് പാപങ്ങൾ സംഭവിച്ച വ്യക്തിയായിരിക്കാം, ലോകത്ത് കർത്താവിനെ വേദനിപ്പിച്ച വ്യക്തിയായിരിക്കാം. പൗലോസായി മാറിയ സാവൂളിൻ്റെ ഒരു കഥ ഓർക്കുക, അസ്തിനോസായി മാറിയ അഗസ്റ്റിൻ്റെ ഒരു കഥ ഓർക്കുക. എല്ലാ വിശുദ്ധന്മാർക്കും ഒരു പാസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പാപത്തിലും തിന്മയിലും അന്ധകാരത്തിലും ലോകത്തിലും പിശാചിനൊക്കെ കീഴ്പ്പെട്ടു പോയ ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഒരു നാൾ രക്ഷയായ യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിനെ അറിഞ്ഞു. അവർ യേശുവിനെ രക്ഷിതാവ് നാഥനായി സ്വീകരിച്ച അന്ന് തൊട്ട് അവരുടെ ഒരു പ്രത്യേകതയാണ്, അവർ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നവരായി മാറി, അവർ ദൈവരാജ്യത്തിന് വേണ്ടി കൊയ്യുന്നവരായി മാറി. അതുകൊണ്ട് കർത്താവ് ഉറപ്പായും പറയാണ്, ഈ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നവർ അവർ കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവർക്ക് സ്വർഗത്തിൽ ഓരോ ദിവസവും അവരുടെ കൂലി കൂടി വരികയാണ്. അവരുടെ ഒന്നാമത്തെ അവർക്കുള്ള റിവാർഡാണ്, അവരുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ സ്വർണ്ണ ലിപികളിൽ, മായ്ക്കാൻ പറ്റാത്ത ലിപികളിൽ എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. മായ്ക്കാൻ പറ്റാത്ത ലിപികളിൽ എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സുവിശേഷ വേലക്കാരാണോ? ആരെങ്കിലും ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷകളിൽ ദൈവരാജ്യത്തിനു വേണ്ടി കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്യുന്നവരാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവവചനം അനുസരിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞ് കർത്താവിൽ ആശ്വസിക്കുവിൻ. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. അവിടെ അപ്പോസ്തലൻ തൻ്റെ ചില സ്നേഹിതന്മാരെ വിളിച്ചിട്ട് ഒരു പ്രദേശത്തുള്ള ആളുകളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലൻ കൊടുക്കുന്ന നിർദ്ദേശത്തിൽ പ്രധാന നിർദ്ദേശം എന്താ? എൻ്റെ ആത്മസുഹൃത്തെ ക്ലമ്പനിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ
എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി കൊയ്യുകയും അധ്വാനിക്കുകയും ചെയ്ത ധാരാളം പേരുണ്ട്. സുവിശേഷത്തിന് അധ്വാനിക്കുക എന്നുള്ളതാണ് കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്യുന്ന പറഞ്ഞ അർത്ഥം. എൻ്റെ ആത്മസുഹൃത്തെ, ക്ലമൻറ്റിനോടും എൻ്റെ സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പ്രദേശത്ത് സുവിശേഷത്തിന് വേണ്ടി പോകുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി പാടുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതിനുവേണ്ടി ജാഗരണം എടുക്കുന്നവർ, അതിനുവേണ്ടി നെടുവീർപ്പെടുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി പണം മുടക്കുന്നവർ, അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടി സുവിശേഷം കേൾക്കാൻ കൊണ്ടുപോകുന്നവർ, നിങ്ങളെ അറിയുക, അവരുടെ പേരുകൾ ജീവൻ്റെ ഗ്രന്ഥത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതി കഴിഞ്ഞു. അത്രമാത്രം അവർ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട നമ്മുടെ കണ്ണിൽ ഒരുപക്ഷെ വിലയില്ലാത്തവരായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവം അവരെ അംഗീകരിച്ച് അവരുടെ പേരുകൾ ജീവൻ്റെ ഗ്രന്ഥത്തിൽ ദൈവം എഴുതി ദൈവം അവരെ ആദരിക്കുകയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് യാക്കോബ് 5-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങൾ. കൊയ്യുന്നവർക്ക് കിട്ടുന്ന കൂലി, വിതയ്ക്കുന്നവർക്ക് കിട്ടുന്ന കൂലി. യാക്കോബ് 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിന് രക്ഷിക്കുകയും, എന്ന് പറഞ്ഞാൽ തൻ്റെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചേ. എന്താ ചെയ്യണത്? അവർക്ക് കിട്ടുന്ന കൂലിയിലെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് അവരുടെ നിരവധിയായ പാപങ്ങൾ മഞ്ഞുകൊണ്ട് കഴുകിയതുപോലെ കഴുകപ്പെടും. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, കർത്താവെ അങ്ങനെ കഴുകണമേ, അപ്പോൾ ഞാൻ നിർമ്മലനാകും അല്ലേ. ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, അപ്പോൾ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അപ്പോൾ ചിലർ ഈ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പം തന്നെ അടയ്ക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഒരു സോപ്പ് പറഞ്ഞുതരാം. ഈ സോപ്പിട്ട് അങ്ങോട്ട് കുളിച്ചോ, നന്നായിട്ട് നിങ്ങളുടെ ആത്മാവ് മഞ്ഞുപോലെ വെളുക്കും, പാപം എല്ലാം കഴുകപ്പെടും. ആ സോപ്പിൻ്റെ പേരാണ് സുവിശേഷ വേല. ആത്മാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. രാത്രി കാലങ്ങളിലിരുന്ന് ആത്മാക്കളുടെ മുട്ടുമെന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ കണ്ണുനീരൊഴുക്കണം. പാപികളുടെ മാനസാന്തരം ഉപവസിക്കണം. അങ്ങനെ ഉപവസിച്ചാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, അങ്ങനെ അവർക്ക് വേണ്ടി ദൈവസന്നിധി നിലവിളിച്ചാൽ നിങ്ങളുടെ ആത്മാവിനെ ഹിസോപ്പ് കൊണ്ട് കഴുകുകയാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ നിരവധിയായ പാപങ്ങൾ കഴുകപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരു വർഷം പ്രാർത്ഥിച്ചു, 9 വർഷം പ്രാർത്ഥിച്ചു, 17 വർഷം പ്രാർത്ഥിച്ചു, മാനസാന്തരം കണ്ടില്ലെന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അത് ദൈവസന്നിധിയിലുണ്ട്. അത് ഏതെങ്കിലും ഒരു വിധത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ഒരുപാട് വഴികളുണ്ട്. ദൈവത്തിൻ്റെ ഒരുപാട് വഴികളുണ്ട്. ഏത് വിധത്തിലും ദൈവത്തിന് എന്ത് ചെയ്യാം? ഒരു ആത്മാവിനെ കഴുകി ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ പറ്റും. എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഓർക്കുന്നുണ്ട്, ബാബു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞുള്ളതെന്നറിയില്ല, ബാബു ചാലക്കുടി എന്ന് പറഞ്ഞൊരു സഹോദരൻ. ആ സഹോദരൻ ഇങ്ങനെ മർക്കടമുഷ്ടിയായി, ദൈവമില്ല, പ്രാർത്ഥനയില്ല, ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ തട്ടിപ്പ്, ഇങ്ങനത്തെ കാര്യം കണ്ട മൈൻഡ് ചെയ്യില്ല, ഇങ്ങനെ തിരിഞ്ഞു നടക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥന, ധ്യാന കേന്ദ്രം, വചനപ്രഘോഷണം, കൺവെൻഷൻ, ഇടവക ധ്യാനങ്ങൾ, വാർഷിക ധ്യാനങ്ങൾ, പെസഹകാല ധ്യാനങ്ങൾ, കുംഭസാരങ്ങൾ. അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കുന്ന ജോലി, വീട്, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിച്ച്, എന്തെങ്കിലും ജീവിച്ച്, നല്ല വിധത്തിൽ ജീവിച്ച് കടന്നു പോകുക എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെയാണ് ബാബു ചാലക്കുടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജോസഫ് സഹോദരൻ, കണ്ണൂരുകാരൻ ജോസഫ് പറഞ്ഞു, നീ ഒരു വചനം കേട്ടാൽ നിൻ്റെ കാര്യം ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. എൻ്റെ പേര് ബാബു, എൻ്റെ സ്ഥലം ചാലക്കുടിക്ക് അടുത്തുള്ള കൊരട്ടിയാണ്. ബാബു ചേട്ടൻ ചാലക്കുടി ഭാഗത്ത് നിന്ന്. ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. എൻ്റെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ ഒരു വീട് പണിയുന്ന ഒരു ആഗ്രഹത്തോടു കൂടി 2014 ഡിസംബറോടുകൂടി ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ പഴയ വീട് പൊളിച്ച് തറപണി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് കയറിപ്പോയി.
അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇടയ്ക്ക് വൈഫിനെ വിളിക്കും, എന്തായി വീടിൻ്റെ പണിയെന്ന് ചോദിക്കുമ്പോൾ വൈഫ് പറയും ഇന്ന് പണിക്കാർ വന്നിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സമായി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, കണ്ണൂരുള്ളൊരു ജോസഫ് ചേട്ടനാണ്, എന്നോട് ചോദിച്ചു എന്താ പറ്റിയ ബാബുന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീടിൻ്റെ പണി ഇങ്ങനെ നടക്കണില്ല, പണിക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ല, വൈഫാണെങ്കിൽ വേറെ വീട്ടിൽ താമസിക്കുന്നത്, ഇങ്ങനെ ആകെ വിഷമം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ വട്ടായിരച്ചനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ അറിയില്ല, സെഹിയോനെ എനിക്കറിയാൻ പാടില്ല, പിന്നെ അഭിഷേകാഗ്നി ഞാൻ കേട്ടിട്ട് പോലുമില്ല അന്നത്തെ സമയത്ത്. അഭിഷേകാഗ്നി അതൊന്നും കേട്ടിട്ട് പോലുമില്ല. കേട്ടിട്ട് പോലുമില്ല. അപ്പം ഈ ജോലി തിരക്കിനടിക്കുക അങ്ങനെ. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങേര് അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ എൻ്റെ തന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ വീടെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊരട്ടി, എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അച്ഛ, വീടിൻ്റെ പണി നടക്കില്ല. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ എന്നോട് ജോസഫേട്ടൻ ഈ സെഹിയോൻ ധ്യാനേന്ദ്രത്തിൻ്റെ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും പിന്നെ അഭിഷേകിന് പ്രാർത്ഥന ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് എന്നെ കാണിച്ചു തന്നു, ഒരു പഴയ എപ്പിസോഡ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നത് കണ്ടു ഞാൻ ജോലി സ്ഥലത്താണ് ഈ ചെയ്യണത്, നെറ്റുള്ള സ്ഥലത്ത് നോക്കിയിട്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം, അപ്പോൾ എനിക്കൊരു ദുശീലുണ്ടായിരുന്നു. ഞാനൊരു 14 വയസ്സ് മുതൽ സിഗരറ്റ് വലിക്കുന്നതിന് അടിമയാണ്. ഇപ്പം എനിക്ക് 59 വയസ്സായി. ഏകദേശം 14 വയസ്സ് തൊട്ട് സിഗരറ്റ് വലിക്കാൻ അടിമയായിരുന്നു. അപ്പോൾ ഏകദേശം 2015 ആകുമ്പോഴേക്കും ഏകദേശം എനിക്കൊരു 19 വയസ്സായി ഉണ്ടാവും. അപ്പോൾ 10-36 കൊല്ലത്തോളമായി ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. 36 വർഷം വലിച്ചോണ്ടിരിക്കുക. ആദ്യമൊക്കെ 1-2 ആണെങ്കിലും പിന്നീട് അത് ഡെയിലി 15-20 ആയി. എന്നുവെച്ചാൽ എനിക്ക് ഡ്യൂട്ടി സമയത്ത് ഇഷ്ടം ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് എപ്പോഴും പോയിട്ട് ഞാനിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്യും. ഞാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സാധിക്കില്ല. എന്ന് നിർത്തിയാലും പിറ്റേ ദിവസം പോയിട്ട് പിന്നെ ഇത് ഞാൻ വലിച്ചുകൊണ്ടിരിക്കും. സെഹിയോൻ്റെ അഭിഷേകാഗ്നി പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ട് അഡോറേഷൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, എനിക്കിതൊന്നും നിർത്തി കിട്ടണമെന്ന്, എങ്ങനെയെങ്കിലും എനിക്ക് നിർത്തി തരണമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇന്ന് വരെ എനിക്ക് അതിനെക്കുറിച്ച് ചിന്ത പോലില്ല. ഒറ്റ എപ്പിസോഡ് ഞാൻ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഈ നിമിഷം വരെ ഞാൻ വലിച്ചിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ചിന്ത പോലും ഇല്ല. ഞാനൊരു വലിക്കാരാണെന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കൽ പോലും വലിക്കാൻ തോന്നിയിട്ടില്ല. ഒരു പുതിയ സൃഷ്ടിയായി കർത്താവ് അങ്ങനെ രൂപാന്തരപ്പെടുത്തി. 14 വയസ്സ് തൊട്ട് വലിച്ച് ഏതാണ്ട് 36 വർഷം ഇത് വലിച്ച് അതിനൊരു ഭയങ്കര ഒരു അഡിക്ഷനായിരുന്നു. യേശുവേ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവരൊക്കെ ഈ മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇടവേല പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഈ ബാബുചേട്ടൻ്റെ ആത്മാവിനെ ഓർത്ത് കരഞ്ഞവരുണ്ടാവും. എന്ത് ചെയ്തു? ആ പ്രാർത്ഥന എവിടെയുണ്ട്? ഒരു നിശ്ചിത ഘട്ടത്തിൽ അതെല്ലാം അനുഗ്രഹമായി പെട്ടെന്ന് രൂപാന്തരപ്പെടുകയാണ്. കണ്ണൂർ എന്നുള്ള ജോസഫ് ചേട്ടൻ്റെ സുവിശേഷ വേല, അദ്ദേഹം കൊയ്ത്തെന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പോൾ ഈ ആത്മാവിനെ ദൈവത്തിന്, ഇതാണ് വിതയും കൊയ്ത്തെന്ന് പറയുന്നത്. ദൈവരാജ്യത്തിനുള്ള വിതയും കൊയ്ത്ത്, അധ്വാനവും അതിനുശേഷം ആത്മാവിനെ കർത്താവിൽ എത്തിക്കുന്നതും അത് വിതയും കൊയ്ത്തുമാണത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേരുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ വിതയാണ്. പിന്നെ അവസാനം അത് എങ്ങനെയെങ്കിലും ആത്മാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അത് കൊയ്ത്ത്. അപ്പോൾ വിതക്കാരനും കൊയ്ത്തുകാരും ഇതിനകത്തുണ്ടാവും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഒരാളായിരിക്കും അത് ഈ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കണം, അത് കൊയ്ത്തും. അപ്പോൾ ഈ വിതക്കാർക്കും കൊയ്ത്തുകാർക്കും ഒരേപോലെ കൂലി കിട്ടും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിതക്കാരനും കൊയ്ത്തുകാരനും ഒരുമിച്ച് സന്തോഷിക്കുന്നു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ 2-ാമത്തെ ഭാഗം വായിച്ചു നോക്കിയേ. വിതക്കാരനും കൊയ്ത്തുകാരനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്നാണ് പറയണത്, അല്ലേ? അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഇപ്പം നമ്മുടെ സഹോദരൻ പാടുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, കുറച്ച് പേര് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു, കുറച്ച് പേര് വണ്ടി ഓടിക്കുന്നു, കുറച്ച് പേര് ഇതിനു വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഇന്ന് കുറേ പേര് വിതയ്ക്കുകയാണ്, അധ്വാനിക്കുന്നത് വിതയ്ക്കുകയാണ്. അതിനുശേഷം ഈ വചനം കേട്ട ഒരാളെ ചിലപ്പം കൗൺസിലിംഗ് നടത്തുന്ന ആരോ ഏതെങ്കിലും സിസ്റ്റർ ആയിരിക്കും, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയെന്ന് ഒരു ധ്യാനം കൂട്, ആ ധ്യാനത്തിൽ രക്ഷപ്പെടും. അപ്പോൾ എന്തായി? അത് കൊയ്ത്താണ്.
അപ്പോൾ ഈ വിതയ്ക്കുന്നവർ കൊയ്ത്ത് ഇതെല്ലാം ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ വേഗം പങ്കാളികളാകുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുന്നവർ വേഗം ചാടി ഇറങ്ങണം, വയലിലേക്ക് വേഗം ചാടി ഇറങ്ങണം. നമ്മളിതിൽ ഏതെങ്കിലും ഇത് പങ്കാളികളാകണം, ഏതെങ്കിലും കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കണം. ഇതിന് രണ്ടു പേർക്കും ഒരുപോലെ. വായിച്ചു നോക്കി എന്തായാലും റിസൾട്ട്. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷം, രണ്ടു പേർക്കും ഒരുപോലെ കൂലി. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ മൂന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണം, ഇതെല്ലാവരും ചെയ്യണം, ഇതെല്ലാവരും കടപ്പെട്ടിരിക്കുന്നവരാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന കൂലി, മൂന്നാമത്തെ കൂലി എന്താണെന്നറിയാവോ? നമ്മൾ എത്ര ആത്മാക്കളെ നേടുന്നുവോ അത്രയും കിരീടങ്ങൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും. കിരീടങ്ങൾ, നല്ല നല്ല കിരീടങ്ങൾ, സ്വർണ്ണ കിരീടങ്ങൾ. 126 സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ, 126 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയണത്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറട്ടെ. വീട്ടിലേക്ക് കയറുന്ന സമയത്ത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആഹ്ലാദത്തിൻ്റെ വലിയ കിരീടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് തെസ്സലോനിക്കക്കാർ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 18, 19, 20 തിരുലിഖിതങ്ങൾ. 1 തെസ്സലോനി 2-ാം അധ്യായം 19, 20 തിരുലിഖിതങ്ങൾ. ഈ കറ്റ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞല്ലേ, എന്താണത്? അത് ശ്ലീഹ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടം എന്താണ് ഈ കറ്റ, എന്താണ് ഈ കിരീടം? ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കിരീടം എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും കിരീടവും സന്തോഷവും അഭിമാനവും എന്ന് പറഞ്ഞാൽ, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്ത് സ്വർഗത്തിലെത്തുന്ന ഓരോ ആത്മാവും അവിടെ നമുക്കെന്താണ്, നമുക്കത് ദ ക്രൗൺ ഓഫ് ഗ്ലോറി ആയി മാറ്റും, ദൈവം മാറ്റി തരും എന്ന് വെച്ചത് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒളിമങ്ങാത്ത വലിയ കിരീടം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥിരോത്സാഹം നിങ്ങൾ നശിപ്പിച്ച് കളയരുതെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുകയും കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ പ്രതിഫലമുണ്ട്. നാലാമത്തെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? ആരെല്ലാം വിതയ്ക്കുന്നുവോ, ആരെല്ലാം കൊയ്യുന്നുവോ അവരുടെ കൂടെ കർത്താവ് സഞ്ചരിക്കാൻ തുടങ്ങും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം. മർക്കോസിൻ്റെ സുവിശേഷം 16:20. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മർക്കോസ് 16:20. എന്താ അവിടെ കാണുന്നത്? അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വായിച്ചു നോക്കിയേ. അവർ എല്ലായിടത്തും പോയി വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തു, അല്ലേ? ഈ അപ്പസ്തലന്മാർ എല്ലായിടത്തും പോയി വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തു. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് സ്വർഗം വിട്ട് അവരുടെ കൂടെ നടക്കുക, അവരുടെ കൂടെ പ്രവർത്തിക്കുക, അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരുടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവും കൂടെ സഞ്ചരിക്കുകയാണ്. ഒന്ന് വെച്ചത് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല. അവിടെ ഒരു അൺസീൻ പ്രീച്ചർ, ഒരു അൺസീൻ സോവർ അവിടെയുണ്ട്. നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വിതക്കാരൻ, ഒരു സുവിശേഷകൻ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം മനുഷ്യരിലേക്ക് കൊടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് പ്രകടമായ രോഗങ്ങൾ, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രകടമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. മനസ്സിന് തുറവികൾ ലഭിക്കുന്നത്, വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് കർത്താവിൻ്റെ സ്പർശനങ്ങൾ കൊണ്ടാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ കർത്താവ് സഞ്ചരിക്കുന്നു എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി അടുത്തത്, ഈ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവരുടെ കാര്യം, അവർക്ക് ലഭിച്ചിരിക്കുന്ന അവരുടെ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു അനുഭവം നിലനിൽക്കാനും അത് വളരാനും അത് ബലം ചൂടാനും നിർബന്ധമായും നമ്മൾ ദൈവരാജ്യ വേല ചെയ്യണം. നിർബന്ധമായും വിതയും കൊയ്തിലും നമ്മൾ ഏർപ്പെട്ടിരിക്കണം. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളെക്കുറിച്ച് എനിക്ക് സങ്കടമുണ്ട്. ഞാൻ നിങ്ങളുടെ കൂട്ടിനില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ വിതയും കൊയ്ത്തും ഇല്ലാതെ നിങ്ങൾ വേറെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്.
നിങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയോ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ചിന്തിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും മാത്രം നിങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൂട്ടിനില്ല അങ്ങനെയുള്ള ആളുകളുമായിട്ട്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് യാതൊരു കണക്ഷനും ഇല്ലെന്ന് ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാനും കൊയ്യാനുമുള്ള വലിയ നിയോഗത്തിൽ നമ്മളെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വയലിലേക്ക് ചാടി ഇറങ്ങണം. നമ്മൾ വയലിൽ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണം. നഷ്ടപ്പെട്ട ആത്മാക്കളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ഏത് സാമ്പത്തികമായിട്ടോ പ്രാർത്ഥനാപരമായിട്ടോ പ്രോത്സാഹനമായിട്ടോ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ വണ്ടി ഓടിച്ചോ അങ്ങനെ ഏത് വിധത്തിലുമാണ് പച്ചക്കറി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഒരു ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു കുട്ടി, അവൻ 6ൽ 7ൽ പഠിക്കണതാണ്. അവന് എന്തൊരു അവാർഡ് കിട്ടി. അവന് കിട്ടിയ അവാർഡ് അവൻ കവറ് പോലും പൊട്ടിച്ചിട്ടില്ല. എത്രയോ 3, 4, 5 വർഷം കവർ പൊട്ടിക്കാതെ കാത്തിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് അവൻ ആ കവറ് അച്ഛൻ്റെ കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുക. എത്രയോ 5 വർഷം 6 വർഷമായിട്ട് കവർ പൊട്ടിക്കാതെ വെച്ചിരുന്നു. അച്ഛനിവിടെ വരും അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ ഈ വടുതലയിലോ ഇവിടെ കൊല്ലത്ത് അവിടെ ചെന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് തന്നു. ഈ വർഷം എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ചെറിയ കുട്ടികൾ പോലും അവർക്ക് കിട്ടുന്ന അവരുടെ സൗഭാഗ്യത്തിൽ കുറച്ച് ഭാഗം ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാനും കൊയ്യാനുമുള്ള ആ വലിയ ടീമിനോട് ചേർന്ന് അവർ സമർപ്പണം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന് കാര്യമുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ ആത്മാവിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആ ഒരു അനുഭവം, ദൈവരാജ്യത്തിൻ്റെ ആ ഒരു നിക്ഷേപം ദൈവം അത് നിലനിർത്തും. അല്ലാത്തവരിൽ നിന്ന് ദൈവം അത് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ബാങ്കിൽ ചെന്ന് നോക്കുമ്പം നിങ്ങളുടെ ഉണ്ടായിരുന്ന ആരോ വലിച്ചുകൊണ്ട് പോയ മാതിരി നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരിക്കും. അത് നമ്മളെവിടെ വായിക്കുന്നത്? അത് നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം, 21-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ തിരുലിഖിതം, 43-ാമത്തെ തിരുലിഖിതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 43-ാമത്തെ തിരുലിഖിതം. കർത്താവ് പറഞ്ഞു, ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊരു ഫലം പുറപ്പെടുവിക്കാത്ത ആളുകളെക്കുറിച്ച് പറയുകയാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ബൊമ്മ പറഞ്ഞിട്ട് പറയുകയാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരായിട്ട് കുറച്ച് പേരോട്ട് അവരൊന്നും ചെയ്തില്ല, ഫലം കൊടുത്തില്ല അവർ. എന്ത് ചെയ്തു? അതുകൊണ്ട് കർത്താവ് പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് കൊടുക്കും. കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്യുന്നവരുണ്ടോ? നിങ്ങളിപ്പം വിതയ്ക്കാതെ ഇരിക്കുന്നവർ നിങ്ങളങ്ങനെ ഇരിക്കുക. നിങ്ങൾ ഈ ഷോക്കേസിലിരിക്കുന്ന സ്റ്റഫ് പോലെ അവിടെ ഇരിക്കുകയുള്ളൂ. നിങ്ങളിൽ നിന്നും ജീവനുള്ള സാധനം എടുത്ത്, സ്വർണവും വെള്ളിയും രത്നങ്ങളൊക്കെ എടുത്ത് വയലിൽ ചാടി ഇറങ്ങി അധ്വാനിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കും. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും. കൊയ്യുന്നവന് വിതയ്ക്കുന്നവന് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ലാത്തവർ ഷോക്കേസിൽ ഇരിക്കുന്ന ആ ഒരു, നമ്മൾ ഓരോ സാധനം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ, പൂച്ചയുടെയും പട്ടിയുടെയൊക്കെ രൂപങ്ങൾ, അതേപോലെ ഇങ്ങനെ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിരിക്കാമെന്നേ ഉള്ളൂ. അതിനൊരു വളർച്ചയില്ല. നിങ്ങൾ 10 വർഷം മുമ്പ് ഒരു കൊന്ത എലിക്കൊണ്ടിരുന്ന് ഇന്നും ഒരു കൊന്ത എലിക്കൊണ്ട് അങ്ങനെ ഷോക്കേസിലുള്ള പപ്പറ്റിനെ പോലെ അങ്ങനെ ഇരുന്നോളും. ആത്മീയമായി വളർച്ചയില്ല, ആത്മീയമായി ഊഷ്മളതയില്ല, ആത്മീയമായി വസന്തമില്ല, ആത്മീയമായി ഒന്നുമില്ല. 50 വർഷം കഴിഞ്ഞാലും ഈ ഷോക്കേസ് ഇരിക്കണ മാതിരി അവിടെ ഇരുന്നോളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം എന്താ? ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്യുന്നവർക്ക് അത് കൊടുത്തുപോയി. അത് താലന്തുകളുടെ ഉപമയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ താലന്തുകളുടെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 25-ാം അധ്യായത്തിൽ എത്രയത്? 29-30 ആണോ? 29-30 വാക്യങ്ങൾ വായിച്ചു നോക്കി. 28, 29, 30 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 28 തൊട്ട് 30 വരെ വാക്യങ്ങൾ. ആ താലന്ത് ആ ഒരു മണ്ണിൽ കുഴിച്ചിട്ടുണ്ടല്ലോ, കൊയ്യാനും വിതയ്ക്കാനും ഇറങ്ങാതിരിക്കുന്നവർ, ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക,
ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ഭൃത്യനെ, ദൈവരാജ്യത്തിന് ഫലം പുറപ്പെടുവിക്കാത്ത ഭൃത്യനെ തള്ളിക്കളയുക എന്ന് പറയണത്. എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങളോട് പറയണത് കടുപ്പിച്ച് തന്നെയാണ് പറയണത്. കാരണം എന്താ, ഇത്രയും വചനങ്ങളെല്ലാം കേട്ടിട്ട് വിതയ്ക്കാനും കൊയ്യാനും പാടത്തേക്ക് ഇറങ്ങാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതെങ്കിലും നിങ്ങൾ മനസ്സ് വെച്ച് ഏതെങ്കിലും ഒരു വഴി കർത്താവ് തുറന്നു തരും, കൊയ്യാനും വിതയ്ക്കാനും. ഒന്നുകിൽ വിതയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊയ്യാൻ പറ്റും. കർത്താവേ, ഈ രാത്രി പ്രിയപ്പെട്ട എല്ലാ മക്കളുടെ മേലും അപേക്ഷിക്കുകയാണ് കർത്താവേ. സത്യം ഇതാണ്. കർത്താവ് പറയാണ് 2 കൊറിന്തോസ് 9-ാം വാക്യം. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ ചിലരുണ്ട് കുറച്ച് ചെയ്യുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് മുഴുവനും വായിച്ചോ. 2 കൊറിന്തോസ് 9-6-9 വരെ വാക്യങ്ങൾ. ഇത് സുവിശേഷ വേലയെക്കുറിച്ചും കൂടി നമുക്ക് ചിന്തിക്കാം. സുവിശേഷ വേലയെക്കുറിച്ച് കൂടി ഇത് വെച്ച് നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം, ആലോചിക്കണം, സ്വന്തം ആത്മാവിനെ ബന്ധപ്പെടുത്തി ആലോചിക്കണം. സത്യം ഇതാണ്, അല്പമാത്രം സമയം വിതയ്ക്കാൻ വേണ്ടി കൊയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവർ ധാരാളം കൊയ്യും. ഫുൾ ടൈമറായിട്ട് നിൽക്കുന്നവരുണ്ട്. ഫുൾ ടൈമർ അവർ ധാരാളം കൊയ്യും. മുഴുവൻ സമയവും അവർ അടുക്കള ജോലി ചെയ്താലും അവർ വണ്ടി ഓടിച്ചാലും അവരുടെ മനസ്സ് 10 ആത്മാക്കളെ നേടണം എന്നുള്ളതാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ എനിക്കറിയാം, അവർ രാവിലത്തോളം ഓട്ടോറിക്ഷ ഓടിച്ച് വീടിൻ്റെ എന്തെങ്കിലും സമ്പാദിക്കുന്നതൊപ്പം തന്നെ അവരുടെ മനസ്സിരിക്കുന്നത് 10 പേരോട് നിത്യരക്ഷയെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യതയോടെ നിർബന്ധത്തിന് വണങ്ങി ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവസ്നേഹി. ഇത് മനസ്സിലാക്കിയാൽ മതി. സന്തോഷപൂർവ്വം നിങ്ങൾ പാടത്തേക്ക് ചാടി ഇറങ്ങുക. എന്തെങ്കിലും ചെയ്യുക, കൊയ്യോ വിതയ്ക്കോ എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ പാടത്തേക്ക് ചാടി സന്തോഷപൂർവ്വം നിങ്ങൾ സ്വന്തം തീരുമാനം അനുസരിച്ച് നിങ്ങൾ ചാടി ഇറങ്ങുക. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിലേക്ക് അനോയിന്റിംഗ് നിറയട്ടെ. സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. നല്ല പിതാവേ, ഇവരെല്ലാവരെയും സുവിശേഷകരാകണമേ. കൊയ്യാനും വിതയ്ക്കാനും വിളിക്കണമേ കർത്താവേ. കൊയ്യാനും വിതയ്ക്കാനും അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.